Okay, good afternoon to all. Again, ഓപ്പൺ സ്കൂളിങ്ങിന്റെ അടുത്ത ഒരു സെക്ഷനിലേക്ക് സ്വാഗതം എല്ലാവർക്കും. ഇത് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ലൈറ്റ് റിഫ്ലക്ഷൻ റിഫ്രാക്ഷൻ എന്ന ചാപ്റ്റർ ആണ് NCERT ബുക്കില്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കുറെ ടോപ്പിക്കുകൾ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതാണ്ട് ഒരു കോൺകേവ് മിററും കോൺവെക്സ് മിററും അതിന്റെ യൂസസും അതിന്റെ പൊസിഷൻസും ഇമേജ് ഫോർമേഷനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ അതിൻ്റെ അകത്ത് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ തന്നെ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇനി അതിന്റെ എക്സ്റ്റൻഷൻ ആണ് ആ ടോപ്പിക്കിന്റെ. അപ്പൊ ഇനി അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലെൻസുകളാണ്. പക്ഷെ ആ ലെൻസുകളൊക്കെ തുടങ്ങിട്ട് മുമ്പ് നമുക്ക് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നത് ജസ്റ്റ് റിവൈസ് ചെയ്തിട്ട് നമുക്ക് ആ ടോപ്പിക് കിടക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഓപ്പൺ സ്കൂളിംഗ് എന്ന് പറയുന്നത് ഒരു നോൺ പ്രോഫിറ്റബിൾ ഓർഗനൈസേഷൻ ആണ്. നമുക്ക് സ്വന്തമായിട്ട് ഒരു ടീച്ചറും ഇല്ല, എല്ലാവരും വോളണ്ടിയേഴ്സ് ആണുള്ളത്. എല്ലാ ടീച്ചേഴ്സും പഠിപ്പിക്കുന്ന ഒരു വോളണ്ടിയേഴ്സ് ആണ്. അവർക്കൊരു പേയ്മെന്റ് നമ്മൾ ചെയ്യണില്ല. അവർ സെൽഫ് വോളണ്ടറി ആയിട്ട് പഠിപ്പിക്കാൻ വരുന്ന ടീച്ചേഴ്സ് ആണ് നമ്മുടെ കൂടെ ഉള്ളവരൊക്കെ. പിന്നെ ഇത് ഓർഗനൈസേഷൻ നമ്മൾ ഫോം ചെയ്തിട്ടുള്ളത് തന്നെ നിങ്ങളെപ്പോലുള്ള എല്ലാ സ്റ്റുഡൻസിനും പഠിക്കാൻ ആഗ്രഹമുള്ള എല്ലാവർക്കും വേണ്ടിയിട്ട് ഫ്രീ ആയിട്ട് പഠിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം ആയിട്ടാണ് നമ്മൾ ഈ വെബ്സൈറ്റ് തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഈ പ്ലാറ്റ്ഫോമിന്റെ യൂസ്ഫുൾ ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് അടുത്ത ടോപ്പിക്കിൽ കിടക്കാം. നമുക്ക് നമ്മുടെ ക്ലാസ്സുകൾ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, ഇത് നമുക്കറിയാം, എല്ലാ ആൾക്കാർക്കും അറിയാം, ആൽബർട്ട് ഐൻസ്റ്റൈൻ. ആൽബർട്ട് ഐൻസ്റ്റൈൻ ഒരു കോട്ടാണ്, എനിവൺ ഹു ഹാസ് നെവർ മെയ്ഡ് എ മിസ്റ്റേക്ക് ഹാസ് നെവർ ട്രൈഡ് എനിത്തിങ് ന്യൂ. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ടുള്ള ഒരു കോട്ടാണ്. സിമ്പിൾ ആണ്, പക്ഷെ നല്ല അർത്ഥമുള്ള ഒരു കോട്ടാണ്. നമ്മൾ ജീവിതത്തിൽ പല പല സാഹചര്യങ്ങളും വരും നമ്മുടെ. ഇപ്പോൾ നിങ്ങളൊക്കെ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ്. നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും വലിയ ചാലഞ്ച് എന്ന് പറയുന്നത് ഇപ്പോൾ എക്സാം ആവും. അതല്ലാതെ ലൈഫിലുള്ള ചാലഞ്ചസ് ഉള്ള കുറെ ആൾക്കാരുണ്ടാവും. അപ്പൊ നമ്മൾ എന്ത് ചാലഞ്ച് ലൈഫിൽ വന്നാലും നമുക്ക് ഒരു പെർഫെക്ഷൻ കൂടെ തന്നെ ചെയ്യണം എന്നുള്ള ഒരു മെന്റാലിറ്റി നമ്മൾ ആക്ച്വലി ആ ഒരു മെന്റാലിറ്റി നമ്മൾ എടുത്തു കളയും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒന്നും ഈ പ്രപഞ്ചത്തിലുള്ള ഒന്നും പെർഫെക്റ്റ് അല്ല. വെച്ചുകഴിഞ്ഞാൽ മിസ്റ്റേക്കുകൾ വരുത്തിയിട്ടാണ് എല്ലാവരും ഇപ്പോഴുള്ള നിലയിലെത്തിയിട്ടുള്ളത്. കാരണം മിസ്റ്റേക്ക് വരത്താത്ത ഒരാൾക്ക് ഒരു സ്ഥലത്ത് എത്താൻ പറ്റും. കാരണം അയാള് ഒരു മിസ്റ്റേക്ക് നിങ്ങൾ വരുത്തിയിട്ടില്ല, നിങ്ങൾ ഉറപ്പിച്ചു, നിങ്ങൾ പോണ പാത ശരിയല്ല എന്ന് നിങ്ങൾ ഉറപ്പിച്ചു. കാരണം മിസ്റ്റേക്കുകൾ എപ്പോഴാണ് വരിക? നമ്മളൊരു നല്ല കാര്യം ചെയ്യാൻ നോക്കുമ്പോൾ, എന്തെങ്കിലും യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യം ചെയ്യാൻ നോക്കുമ്പോഴാണ് മിസ്റ്റേക്കുകൾ വരാം. മിസ്റ്റേക്സിൽ കൂടെ മാത്രമാണ് നമുക്ക് ഒരു പെർഫെക്ഷനിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പോൾ ഒരാളും എല്ലാ കാര്യത്തിനും ഒരു മിസ്റ്റേക്കുകളും വരാൻ പാടില്ല എന്ന് ചിന്തിക്കരുത്. കാരണം മിസ്റ്റേക്സ് എന്ന് പറയുന്നത് സക്സസിലേക്കുള്ള വഴിയാന്ന് പറയും. മിസ്റ്റേക്സ് ഉണ്ടാക്കിയിട്ട് മാത്രമാണ് നമുക്ക് മുന്നോട്ട് നീങ്ങാൻ പറ്റുള്ളൂ. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു സ്റ്റുഡൻ്റ് ആണ്, നമുക്കൊരു എക്സാം വന്നു, ചെറിയൊരു ക്ലാസ് ടെസ്റ്റ് എടുത്തു. അതിൽ നമ്മൾ ഒരു 10ൽ 2 മാർക്കോ 1 മാർക്കോ കിട്ടി. അത് വിചാരിച്ച് നമ്മൾ ഫെയിൽ ആയി വിചാരിക്കാം. പക്ഷെ അത് വിചാരിച്ചിട്ട് നമ്മൾ തളരാൻ പാടില്ല. കാരണം നമ്മൾക്ക് ഇതൊരു ജസ്റ്റ് ഒരു ടെസ്റ്റ് ആണ് നമുക്കുള്ള. മെയിൻ എക്സാം എന്ന് പറയുന്നത് 10th എക്സാം ആണ്. 10th ബോർഡ് എക്സാം ആണ് നമ്മുടെ ലക്ഷ്യം. ആ എക്സാമിലേക്കുള്ള ജസ്റ്റ് ഒരു ഫസ്റ്റ് സ്റ്റെപ്പാണ്. അപ്പോൾ ഇവിടെ മാർക്ക് കുറഞ്ഞാലും കുഴപ്പമില്ല. പക്ഷെ നമ്മൾ മെയിൻ എക്സാം ബോർഡ് എക്സാമിൽ നമ്മൾ എന്ത് പറ്റും, ഇപ്പൊ നമ്മൾ ചെയ്ത മിസ്റ്റേക്ക് നമ്മൾ ഓർക്കും എപ്പോഴും. ആ മിസ്റ്റേക്ക് നമ്മൾ ഓർത്തിട്ട് അതിനുള്ള കറക്ഷൻ നമുക്ക് അറിയണ്ടാവും. പല ആൾക്കാരും ചിലപ്പോൾ ആ എക്സാമിൽ നിന്നുണ്ടാവും, പക്ഷെ ആ ഒരു ക്വസ്റ്റ്യൻ തെറ്റിച്ച ഒറ്റ കാരണം കൊണ്ട് ആ ക്വസ്റ്റ്യന്റെ ആൻസർ ഓർത്തിരിക്കും നിങ്ങൾ. അപ്പൊ നിങ്ങൾക്ക് എന്ത് പറ്റും, ആ എക്സാം എഴുതുമ്പോൾ നിങ്ങൾക്ക് അത് ഈസി ആയി തോന്നും. അതുപോലെയാണ് ലൈഫിലുള്ള എല്ലാ കാര്യങ്ങളും. നമ്മുടെ ലൈഫിൽ കുറെ മിസ്റ്റേക്കുകൾ നമ്മൾ വരുത്തും. ചിലപ്പോൾ അത് തിരുത്താൻ പറ്റില്ലായിരിക്കും, പക്ഷെ ആ മിസ്റ്റേക്കിൽ നമുക്ക് പഠിക്കാൻ പറ്റും. ജീവിതത്തിൽ ഒറ്റ പാതയുള്ളൂ. അപ്പൊ അവിടെ ഉണ്ടാക്കുന്ന മിസ്റ്റേക്സ് ഒക്കെ നമുക്കുള്ള സ്റ്റെപ്പിംഗ് സ്റ്റോൺസ് ആണ്. നമ്മുടെ ഒരു ഡയറക്ഷൻ കാണിച്ചു തരും എപ്പോഴും നമ്മുടെ മിസ്റ്റേക്സ്. സോ അതൊക്കെ പറഞ്ഞ് നമുക്ക് ഈ ആൽബർട്ട് ഐൻസ്റ്റൈനെ ഓർക്കാം. കാരണം കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ആൽബർട്ട് ഐൻസ്റ്റൈൻ്റെ കോട്ട്സ് ആണ് പറയുന്നത്. ഈ ക്ലാസ്സിൽ ഞാൻ ആൽബർട്ട് ഐൻസ്റ്റൈൻ്റെ കോട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ജസ്റ്റ് സിമ്പിൾ ആയിട്ട് ആൽബർട്ട് ഐൻസ്റ്റൈൻ്റെ ജീവിതം തന്നെ ഒരു വണ്ടർഫുൾ ആയിട്ടുള്ള ജീവിതമാണ്. അതുകൊണ്ടാണ് ഞാൻ ആൽബർട്ട് ഐൻസ്റ്റൈനെ ചൂസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ഇനി കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തിരുന്ന ടോപ്പിക്കുകൾ ജസ്റ്റ് റിവൈസ് ചെയ്യാം. എന്തൊക്കെയായിരുന്നു? റൂൾസ് ഓഫ് റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് ആൻഡ് ത്രൂ സ്പെറിക്കൽ മിറേഴ്സ്. റൂൾസ് ആയിരുന്നു നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നമ്മളൊരു ലൈറ്റ് റേ വരികയാണെങ്കിൽ അത് മിറർ ആയിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ അത് പല ഡയറക്ഷനിൽ കൂടെ പോകും. അപ്പോൾ ആ ഡയറക്ഷൻസ് ഒക്കെ ഒരു മിററിന്റെ
പൊസിഷൻ ആ മിററിന് ഓരോ സ്ഥലത്ത് തട്ടുമ്പോഴും ഓരോ ഡയറക്ഷനിലാവും അത് റിഫ്ലക്ട് ചെയ്ത് പോവാം. അതൊക്കെയാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് പഠിച്ചത്. കോൺകേവിൻ്റെ നോക്കി, നമ്മൾ കോൺവെക്സിൻ്റെ നോക്കി. അതിൻ്റെ വേറെ 2 റൂൾസ് ആണിത്. ഇതിൻ്റെ അകത്ത് എന്താ, ആക്സിസ് പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് പോണ റേ അത് ഫോക്കസിൽ കൂടെ കടന്നു പോകും. ഫോക്കസിൽ കൂടെ കടന്നു പോണ റേ അത് പാരലായിട്ട് ട്രാവൽ ചെയ്യും. സെന്റർ ഓഫ് കർവഞ്ചറിൽ കൂടെ ട്രാവൽ ചെയ്യണ റേ സെന്റർ ഓഫ് കർവഞ്ചറിൽ കൂടെ റീബൗണ്ട് ചെയ്ത് പോകും. പ്രിൻസിപ്പൽ പോയിന്റിൽ മീറ്റ് ചെയ്യണ റേ അത് ഒബ്ലീക്ലി റിഫ്ലക്ട് ചെയ്ത് പോകും. ഇനി നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇമേജസ് ബൈ കോൺകേവ് മിറേഴ്സ് ആണ് നോക്കിയത്. അതിൻ്റെ അകത്ത് നമ്മൾ അറ്റ് ഇൻഫിനിറ്റി വെച്ച് നോക്കിയ ഒബ്ജക്റ്റ്, ബിയോണ്ട് സി, അറ്റ് സി, ബിറ്റ്വീൻ സി ആൻഡ് എഫ്, അറ്റ് എഫ്, ബിറ്റ്വീൻ എഫ് ആൻഡ് പി, ഈ 6 പൊസിഷൻസ് നമ്മൾ നോക്കി വെച്ചിരുന്നു. ഫോർമേഷൻ ഓഫ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇമേജസ് ബൈ കോൺകേവ് മിറേഴ്സ്. അപ്പോൾ ഇതിൽ നമ്മൾ ഫോർമേഷൻ ഓഫ് ഇമേജസ് നോക്കി. ഫോർമേഷൻ ഓഫ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇമേജസ് ബൈ കോൺകേവ് മിറർ ആണ് നമ്മൾ ഇതിൽ നോക്കിയത്. At infinity, the image formed is real inverted, highly diminished, point-sized, formed at f. Beyond c, the image formed is real inverted, between f and c, diminished. At c, the image formed is real and inverted. At c, of the image size is as same as the object. Between f and c, the image formed is real and inverted. Beyond c, magnified ആയിരിക്കും. അപ്പോൾ ഈ 4 പൊസിഷൻസ് ഒക്കെ നമ്മൾ പഠിച്ചിട്ട് നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. അതെന്തായിരുന്നു, നമ്മളിപ്പോൾ ഈ ഇമേജസ് ഒക്കെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒബ്ജക്ട് പൊസിഷൻ ഏതാണ്ടൊക്കെ സിമിലർ ആയിട്ടാണ് 0.5, 4 വരുന്നത്. അങ്ങനെ പൊസിഷൻസ് വരുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരാൻ പാടില്ല, ഏത് ഡയഗ്രാമാണ് എവിടെ വരയ്ക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ അത് നല്ലോണം സൂക്ഷിച്ചിട്ട് വേണം നമ്മൾ വരയ്ക്കാനായിട്ട്. നമ്മൾ ഇത് ചാപ്റ്ററിന്റെ എക്സ്പ്ലനേഷൻ കഴിഞ്ഞ് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നമുക്കത് കറക്റ്റ് മനസ്സിലാവും. യൂസസ് ഓഫ് കോൺകേവ് മിറർ നമ്മൾ പഠിച്ചു. ഷേവിംഗ് മിറർ ആയിട്ട് ഉപയോഗിക്കും, ടോർച്ചസിൻ്റെ അകത്ത് ഉപയോഗിക്കും, ഡെന്റിസ്റ്റുകൾ അത് ഉപയോഗിക്കും, സോളാർ ഫേർണേഴ്സിൻ്റെ അകത്ത് ഉപയോഗിക്കും. അതിൻ്റെ എക്സ്പ്ലനേഷൻസ് ഒക്കെ നമ്മൾ പഠിച്ചിരുന്നു. പിന്നെ അതുപോലെ ഈ വീഡിയോ കണ്ടിരുന്നു നമ്മൾ കോൺകേവ് മിറേഴ്സിന്റെ യൂസ് നോക്കാനായിട്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ കണ്ടത് ഇമേജ് ഫോർമേഷൻ ബൈ കോൺവെക്സ് മിറർ ആണ്. അതും സെയിം ആയിട്ട് തന്നെ 2 പൊസിഷൻസ് ആണ് ഇതിലുള്ളത്. അറ്റ് ഇൻഫിനിറ്റിയും ബിറ്റ്വീൻ ഇൻഫിനിറ്റി ആൻഡ് പി, 2 പൊസിഷൻസ്. അപ്പോൾ ഈ 2 പൊസിഷൻസിലുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കി പഠിച്ചു. ഇനി അടുത്ത യൂസസ് ഓഫ് കോൺവെക്സ് മിറേഴ്സ് ആണ്. കോൺവെക്സ് മിറേഴ്സ് ആർ യൂസ്ഡ് ഇൻ vehicles as rear view mirrors to see traffic at the rear side, used as device to check thefts in shops. അപ്പോൾ നമ്മൾ എന്താണ് യൂസസ് ഓഫ് കോൺവെക്സ് മിറേഴ്സ് നമ്മൾ പഠിച്ചു. എന്താണ്, ഈ മിററുകൾ നമ്മൾ പാർക്കിംഗ് ലോട്ടിലൊക്കെ ഉണ്ടാവും. 2 വളവിന്റെ ഇടയിൽ വണ്ടികൾ കാണാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മിററുകളാണ് ഇതൊക്കെ. അതിൻ്റെ 2 വീഡിയോസ് നമ്മൾ കണ്ടു. കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ നമ്മൾ പഠിച്ചു. പിന്നെ മിറർ ഫോർമുല, മാഗ്നിഫിക്കേഷൻ്റെ ഫോർമുല, അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ നമ്മൾ കണ്ടു, ഒരു വിഷ്വലൈസേഷൻ. പിന്നെ അടുത്ത് നമ്മൾ പഠിച്ചത് റീഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് ആണ്. നമ്മൾ റീഫ്രാക്ഷൻ ഓഫ് ലൈറ്റിൽ നിന്നാണ് നമ്മൾ ഈ ക്ലാസ് തുടങ്ങാൻ പോകുന്നത്. ഓക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു റീഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് എന്താണ്. റീഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫിനോമിനയാണ്. അതൊരു, ഞാൻ പറഞ്ഞില്ലേ, ഒരു മാജിക്കൽ ഇവന്റ് എന്ന് പറയും ആണെങ്കിൽ റീഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത്. അതിന്റെ ഒരു ടേമിൽ പറയുകയാണെങ്കിൽ മാജിക്കൽ ഇവന്റ് ആണ് റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത്. കാരണം വെച്ചാൽ നമുക്ക് പ്രകൃതിയിലുള്ള നേച്ചറിൽ നടക്കുന്ന പല എന്താ പറയാ ഇവന്റ്സും റീഫ്രാക്ഷൻ ആണ്, ഒരു ഇലൂഷൻ ആണ് നമ്മൾ കണ്ടുവരുന്നത്. എല്ലാം ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാം തന്നെ ഒരു ഇലൂഷൻ ആണ് നമ്മൾ കണ്ടുവരുന്നത്. അപ്പൊ ആ ഒരു ഇലൂഷന്റെ എന്താണ് ഉള്ളിൽ നമ്മൾ നടക്കുക കംപ്ലീറ്റ്ലി. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ ലൈറ്റ് വരുന്നുണ്ട്, നമ്മൾ വിചാരിക്കും സൺലൈറ്റ് എന്ന് പറയുന്നത് വൈറ്റ് കളറാണ്, ട്രാൻസ്പെറന്റ് കളറൊക്കെയാണ്. പക്ഷെ ആര് കണ്ടു? അടുത്ത ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് വെച്ചാൽ വൈറ്റ് ലൈറ്റ് എന്ന് പറയുന്നത് ഡിഫറെന്റ് കളേഴ്സിന്റെ ഒരു കോമ്പിനേഷൻ ആണ് പഠിക്കും. അപ്പൊ അതൊരു ഇല്യൂഷൻ ആണ്. എന്താണ് ട്രൂത്ത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നില്ല. അതുപോലെ തന്നെ ട്വിങ്ക്ലിംഗ് ഓഫ് സ്റ്റാർസ്, സൺറൈസിന്റെയും സൺസെറ്റിന്റെയും ഫിനോമിന, ഇതൊക്കെ റീഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് ആയിട്ട് ബന്ധപ്പെട്ടതാണ്. സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ്. അപ്പോൾ ഇതൊക്കെ റിഫ്രാക്ഷന്റെ എന്താ പറയാ ഓരോരോ ഫിനോമിനാസ് ആണ്. അതുപോലെ തന്നെ ലോസ് ഓഫ് റിഫ്ലക്ഷൻ പോലെ നമുക്ക് ലോസ് ഓഫ് റീഫ്രാക്ഷൻ ഉണ്ട്. അതെന്താ, ഇൻസിഡന്റ് റേ, ദ നോർമൽ ആൻഡ് റിഫ്രാക്റ്റഡ് റേ ഓൾ ലൈ ഇൻ ദ സെയിം പ്ലെയിൻ. എല്ലാം
ഒരു പ്ലെയിനിൽ തന്നെ റിമെയിൻ ചെയ്യും, ലൈ ചെയ്യും. അതിൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഐയും ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ആണ് ആറും, പിന്നെ കോൺസ്റ്റന്റ് ആയിട്ടുള്ളത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഇതിൻ്റെ അകത്ത് സൈൻ ഐ ബൈ സൈൻ ആർ ഈക്വൽസ് കോൺസ്റ്റന്റ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. അതൊരു ഇക്വേഷൻ ആണ്. അത് നമുക്ക് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് അല്ലെങ്കിൽ റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയുന്നത് നമ്മൾ സൈൻ ഐ ബൈ സൈൻ ആർ കൊടുക്കും. അത് സ്നെയിൽസ് ലോ എന്ന് പറയും. ആ ഒരു ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സ്നെയിൽസ് ലോ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൈൻ ഐ ബൈ സൈൻ ആർ എന്ന് കൊടുക്കാം. കുറെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലൊക്കെ ചോദിക്കുക എന്താണ് സ്നെയിൽസ് ലോ എന്നുള്ളത്. അടുത്ത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. എന്താണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എ മീഡിയം? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിൽ കിടക്കുമ്പോൾ ആ രണ്ട് മീഡിയത്തിന്റെയും വെലോസിറ്റി തമ്മിലുള്ള, ലൈറ്റിന്റെ വെലോസിറ്റി തമ്മിലുള്ള റേഷ്യോ ആണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. നമ്മൾ ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു ലൈറ്റർ മീഡിയത്തിൽ നിന്ന് ഡെൻസർ മീഡിയത്തിൽ കിടക്കുമ്പോൾ എന്ത് പറ്റും? നമ്മുടെ സ്പീഡ് ഓഫ് ലൈറ്റ് കുറയും. അപ്പോൾ ഇപ്പൊ വാക്യൂമിൽ കൂടെ ട്രാവൽ ചെയ്യണ ലൈറ്റ് നല്ല സ്പീഡിലാവും വരും. ലൈറ്റ് നല്ല ലൈറ്റ് മീഡിയമാണ് വാക്യൂം. വാക്യൂം കൂടെ വന്ന് നേരെ എയറിൽ കിടക്കും. അപ്പോൾ ഒരു ഡയറക്ഷൻ ചേഞ്ച് ആവും. ഫസ്റ്റ് ചേഞ്ച് ഓഫ് ഡയറക്ഷൻ വരും അറ്റ്മോസ്ഫിയറിൽ കിടക്കുമ്പോൾ. അറ്റ്മോസ്ഫിയറിൽ പല ലെയറിൽ കൂടെ കടന്നിട്ടാവും വരുന്നുണ്ടാവും. അപ്പോൾ മൾട്ടിപ്പിൾ റിഫ്രാക്ഷൻ നടക്കും. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ അടുത്തേക്ക് സൺലൈറ്റ് വരുന്നത്. ഇതിൻ്റെ അകത്ത് ഒരു ടേം ഉണ്ട്, ഡെഫിനിഷൻ ആണിത്. ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എ മീഡിയം ഗിവ്സ് ആൻ ഇൻഡിക്കേഷൻ ഓഫ് ലൈറ്റ് ബെൻഡിങ് എബിലിറ്റി ഓഫ് ദാറ്റ് മീഡിയം. N21 speed of light in medium 1 by speed of light in medium 2 equals V1 by V2 എന്നാണ് പറയുന്നത്. എന്താണ് വെച്ചാൽ N21 എന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്കൻഡ് മീഡിയത്തിൽ നിന്ന് ഫസ്റ്റ് മീഡിയത്തിൽ നിന്ന് സെക്കൻഡ് മീഡിയത്തിലേക്ക് കടന്നു എന്നാണ് അതിന്റെ അർത്ഥം. സോറി, ഫസ്റ്റ് മീഡിയത്തിൽ നിന്ന് സെക്കൻഡ് മീഡിയത്തിലേക്ക് കടന്നു എന്നാണ് അർത്ഥം. N12 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് മീഡിയത്തിൽ നിന്ന് ഫസ്റ്റ് മീഡിയത്തിലേക്ക് കടന്നു എന്നാണ് അർത്ഥം. അപ്പോൾ ഇതിന്റെ അകത്തുള്ള വെലോസിറ്റി റേഷ്യോ ആണ് നമ്മുടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. നോർമൽ വാക്യൂമിന്റെ അകത്തുള്ള റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യണത് നമ്മൾ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ എയർ ബൈ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ദ മീഡിയം എന്നുള്ള റേഷ്യോ വെച്ചിട്ടാണ്. അത് ഈസ് ഈക്വൽ ടു സി ബൈ വി എന്ന് പറയും. സി എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്യൂം. അതൊക്കെ അതിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒരു വേർ N2 ഈസ് ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മീഡിയം 2 വിത്ത് റെസ്പെക്ട് ടു മീഡിയം 1. ഓക്കെ, ഇത് ജസ്റ്റ് ഒരു റിഫ്രാക്റ്റീവ് ടേബിൾ ആണ്. ഇത് നിങ്ങളുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്, NCERT ടെക്സ്റ്റിൽ എത്തുന്നത്. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതലുള്ളത് ഡയമണ്ട് ആണ്. ഏറ്റവും കുറവുള്ളത് എയറിനാണ്. എന്ത് കുറവാണ്? വാക്യൂം മെൻഷൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എയറിലാണ് ഏറ്റവും കുറവ്. അപ്പൊ എയറിൽ നിന്ന് നമ്മൾ എയറിൽ നിന്ന് വെള്ളത്തിൽ കിടക്കുമ്പോൾ എന്താ പറയുക, ഡെൻസർ മീഡിയത്തിലേക്കാണ് കടക്കുന്നത്. അപ്പോ അത് ഐസ്, വാട്ടർ, ആൽക്കഹോൾ, കെറോസിൻ, ഫ്യൂസ്ഡ് ക്വാർട്സ്, ഇങ്ങനെ പല എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് പല പല മെറ്റീരിയൽസിന്റെയും എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. റോക്ക് സോൾട്ട്, കാർബൺ ഡൈസൾഫേറ്റ്, ഡെൻസ് ഫ്ലിന്റ് ഗ്ലാസ്, റൂബി, സഫയർ, ഡയമണ്ട്. ഡയമണ്ട് എന്നുള്ള ഒരു മെറ്റീരിയലിന് അല്ലെങ്കിൽ ഒരു സ്റ്റോണിന് ഇത്രയും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ള കാരണമാണ് ഡയമണ്ട് ഇത്രയും തിളങ്ങുന്നത്. ഡയമണ്ടിന്റെ അടുത്ത് മൾട്ടിപ്പിൾ ആയിട്ട് ലൈറ്റ് ബെൻഡ് ചെയ്ത് കളിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഇന്റേണൽ റിഫ്ലക്ഷൻ ഒക്കെ നടക്കുന്നതുകൊണ്ടാണ് ഈ ഡയമണ്ട് തിളങ്ങുന്നത്. ഡയമണ്ട് എടുത്തു കഴിഞ്ഞാൽ, ഡയമണ്ട് എന്നുള്ള ഒരു സ്റ്റോൺ എടുത്തു കഴിഞ്ഞാൽ അത് ആക്ച്വലി അത് എന്താണ്, അതിന്റെ അത്രയും ഒരു സ്പാർക്ലിംഗ് വരില്ല ഡയമണ്ട്, ആ നോർമൽ ഡയമണ്ട് നമ്മൾ കാണുകയാണെങ്കിൽ. പക്ഷെ ഈ ഡയമണ്ട് എന്ത് ചെയ്യുക, ലേസർ വെച്ച് കട്ട് ചെയ്തിട്ട് അതൊരു പെർട്ടിക്കുലർ ഡിസൈനിലാക്കും. ആ കട്ടിങ്ങിനാണ് ആക്ച്വലി നമ്മൾ ഇത്രയും എന്താ പറയാ ലക്ഷങ്ങളൊക്കെ കൊടുക്കുന്നത്. ഒരു ഡയമണ്ടിന്റെ ആ ഒരു കട്ടിങ്ങിനാണ് നമ്മൾ ഇത്രയും ലക്ഷം കൊടുക്കുന്നത്. അതാണ് ഡയമണ്ട് കയ്യിലിട്ട് നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് എന്താ പറയാ കുലുക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്പാർക്കിൾ ചെയ്യുന്നത്. ആ ഒരു കട്ടിങ് എഡ്ജിനാണ്, കട്ടിങ്ങിന്റെ ആ ഒരു പൈസയാണ്. അതിൻ്റെ അകത്ത് നടക്കുന്ന ആ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, വൺസ് ലൈറ്റ് അതിൻ്റെ അകത്ത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഡയമണ്ട് ട്രാപ്പ് ആയി പോകും ലൈറ്റ്. അതുകൊണ്ടാണ് ഈ സ്പാർക്ലിംഗ് കിട്ടുന്നത്.
റീഫ്രാക്ഷൻ ബൈ എ സ്പെറിക്കൽ ലെൻസ്. അപ്പോൾ അടുത്ത് നമ്മൾ പറയുന്നത് ലെൻസുകളാണ് റീഫ്രാക്ഷൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആ ലെൻസുകളുടെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. 2 ടൈപ്പ് ലെൻസ് ആണ് നമ്മൾ മിറേഴ്സിൽ എന്ന പോലെ കോൺവെക്സ് ലെൻസും ഉണ്ട്, കോൺ ലെൻസും ഉണ്ട്. നമുക്ക് കോൺവെക്സ് ലെൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡ്യൂ ഡ്രോപ്പിന്റെ ഷേപ്പാണ് നമുക്ക് കാണാം. അടുത്തത് കോൺകേവ് ലെൻസ് ആണ്. കോൺകേവ് ലെൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇംപ്രസ്ഡ് പൊസിഷൻ, എന്താ പറയുക, സ്ട്രക്ചർ ആണ്. 2 സൈഡിൽ നിന്നും ഒരു അകത്തേക്ക് പ്രത്യേക നിൽക്കുന്ന പോലത്തെ ഒരു ഷേപ്പാണ് കോൺകേവിന്റെ. നമ്മുടെ കണ്ണുകളിലുള്ള ലെൻസ് എന്ന് പറയുന്നത് പറയും, അതൊക്കെ നമ്മൾ ഇങ്ങനെയുള്ളതിൽ പഠിക്കും. മിറർ പോലെയല്ല ലെൻസ്. ലെൻസിന്റെ 2 സർഫസും എന്താ പറയാ വിസിബിൾ ആണ്. മിററിന്റെ ഒരു സർഫസ് വിസിബിൾ ആണ്, ഒരു സർഫസിൽ സിൽവർ കോട്ടിംഗ് ആണ്. നമ്മൾ മിററിൽ പഠിച്ച പോലെ തന്നെ അതേ ടേംസ് തന്നെ നമ്മൾ ലെൻസിലും പഠിക്കും. എന്തൊക്കെയാണ്? സെൻട്രൽ പോയിന്റ് ഓഫ് ദ ലെൻസ് ഓൺ ദ ഒപ്റ്റിക്കൽ ഫോക്കസ് എന്ന് പറയും. ലൈൻ പാസിംഗ് ത്രൂ റിഫ്രാക്ഷൻ കഴിഞ്ഞിട്ട്, ലെൻസിന്റെ റിഫ്രാക്ഷൻ കഴിഞ്ഞിട്ട് ഫോക്കസിൽ കൺവേർജ് ചെയ്യണ ആ ഒരു പോയിന്റിന് റിഫ്രാക്ഷൻ കഴിഞ്ഞിട്ടാണ് കൺവേർജ് ചെയ്യുന്നത്. കാരണം ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഇതിന്റെ അകത്ത് പാരലൽ ആയിട്ട് റേസ് വരും. പക്ഷെ അത് വന്ന് അകത്തേക്ക് ഒരു മീഡിയത്തിൽ നിന്ന് എയർ ആവും. ഇവിടെ എയറിന് ലെൻസിലേക്ക്, ആ ഗ്ലാസ്സിലേക്ക് കിടക്കുമ്പോൾ അത് റിഫ്രാക്ട് ചെയ്യും. എന്നിട്ട് ഒരു പെർട്ടിക്കുലർ ആംഗിളിൽ ഒന്ന് മീറ്റ് ചെയ്യും. അതുപോലെ തന്നെ എല്ലാം മീറ്റ് ചെയ്യും. അപ്പൊ എല്ലാ റേസും കൂടി മീറ്റ് പോയിന്റ് ആണ് ഒപ്റ്റിക്കൽ ഫോക്കസ്. കോൺകേവ് ലെൻസിന്റെ കേസ് ആണെങ്കിൽ എല്ലാ റേസും പാരലായിട്ട് വരും. എന്നിട്ട് അത് റിഫ്രാക്ട് ചെയ്യും. ആ റിഫ്രാക്ട് ചെയ്ത റേസ് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ടെൻസ് ടു മീറ്റ് അറ്റ് എ പോയിന്റ് ആണ്. അപ്പൊ ആ പോയിന്റ് നമ്മൾ എന്താ പറയുക, ഒപ്റ്റിക്കൽ എന്ന് പറയും. ആ റൂൾസ് എന്താന്ന് ജസ്റ്റ് നമുക്ക് നോക്കാം. A ray of light parallel to the principal axis passes through the focus after a ray of light parallel to the principal axis. Principal axis combination differentiation. A ray of light passing through the focus becomes parallel to the axis after refraction. എന്താ ഒരു റേ ഓഫ് ലൈറ്റ് പാസിംഗ് ത്രൂ ദ ഫോക്കസ് ഇവിടെ പാസ് ചെയ്യുന്ന റേ ഓഫ് ലൈറ്റ് റിഫ്രാക്ഷന് ശേഷം പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആയിട്ട് ട്രാവൽ ചെയ്യും. A ray of light passing through the optical center goes straight without changing its path. ഒപ്റ്റിക്കൽ സെന്ററിൽ കൂടെ പോണത് ഒരു പാത്ത് ഡൈവേർഷൻ ഇല്ലാണ്ട് അതിൻ്റെ അകത്തുകൂടെ പാസ് ചെയ്യും. റൂൾസ് ഫോർ ഡ്രോയിങ് റേ ഡയഗ്രം. അപ്പോൾ ഇതിന്റെ അകത്ത് നമ്മൾ കണ്ട റൂൾസിന്റെ ജസ്റ്റ് ഒരു ഡയഗ്രമാറ്റിക് റിപ്രസെന്റേഷൻ ആണ് ഇതിന്റെ. നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട വെച്ചാല് ലെൻസിന്റെയും മിറേഴ്സിന്റെയും റൂൾസ് സെയിം ആണ്. പ്രിൻസിപ്പൽ ആക്സിസിന് കൂടെ പാരലായി പോയി കഴിഞ്ഞാൽ അത് ഫോക്കസിലൂടെ പാസ് ചെയ്യും. പക്ഷെ അവിടെ നടക്കുന്ന റിഫ്ലക്ഷനും ഇവിടെ നടക്കുന്ന റിഫ്രാക്ഷനും ആണെന്നുള്ള ഒരു വ്യത്യാസം മാത്രമേ. അപ്പോൾ ഇതിന്റെ അകത്തുള്ള സെയിം റൂൾസ് ആണ്, പക്ഷെ അത് ഇത്തിരി വ്യത്യാസം ഉണ്ടാവും. കാരണം അവിടെ നടക്കുന്ന റിഫ്ലക്ഷനും ഇവിടെ റിഫ്രാക്ഷനും ആണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ ആ ലെൻസ് നടുക്കിലേക്ക് ഒരു വരയായിട്ട് നശിക്കുന്നുണ്ട്. അത് ജസ്റ്റ് ഐഡന്റിഫിക്കേഷൻ വേണ്ടിയിട്ടാണ്. ആ പെർട്ടിക്കുലർ മിഡിൽ പോയിന്റ് എത്തുമ്പോൾ എന്ത് പറ്റും, റീഫ്രാക്ട് ചെയ്തിട്ട് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയാണ് അത് ചെയ്തിട്ടുള്ളത്. അത് ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിൽ കടക്കുന്നതാണ്. ഇത് എന്താ പറയാ, 2D ഇമേജ് ആയതുകൊണ്ട് ഇങ്ങനെ കാണുന്നത്. നമ്മളൊരു ആക്ച്വൽ ലെൻസ് എടുത്ത് നോക്കുകയാണെങ്കിൽ അതിന് ഒറ്റ പ്രാവശ്യമാണ് റീഫ്രാക്ഷൻ നടത്തുന്നത്. പല കുട്ടികൾ ചോദിച്ചിട്ടുണ്ട്, സർ ആദ്യം നടക്കുന്നിട്ട് പിന്നെ റിഫ്രാക്ട് ചെയ്തിട്ട് പിന്നെ ഈ സാധനം വീണ്ടും റിഫ്രാക്ട് ചെയ്തിട്ടൊക്കെ ഈ ലെൻസ് പുറത്തേക്ക് വരാമെന്ന് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ അതല്ല, ഈ ലൈറ്റ് റിഫ്രാക്ട് ചെയ്യുക ഏതാണ്ട് മിഡ് പോയിന്റ് എത്തുമ്പോൾ റിഫ്രാക്ട് ചെയ്യും. പിന്നെ റിഫ്രാക്ട് കഴിഞ്ഞാൽ പിന്നെ അത് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ആ ഒരു നടുക്കുള്ള ഒരു ലൈൻ സെക്കൻഡ് റൂളിന്റെ ഇത് കാണാം. റേ ഓഫ് ലൈറ്റ് ഫോക്കസ് കൂടെ പാസ് ചെയ്തിട്ട് അത് റിഫ്രാക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അത് നേരെ പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആയിട്ടാണ് ട്രാവൽ ചെയ്യുന്നത്. റൂൾ 3 നമുക്ക് കാണാൻ പറ്റും, ഒപ്റ്റിക്കൽ സെന്ററിൽ കൂടെ പാസ് ചെയ്യണ റേ ഓഫ് ലൈറ്റ് ഒപ്റ്റിക്കൽ സെന്ററിൽ കൂടെ തന്നെ പാസ് ചെയ്ത് പോവുകയാണ്.
ഓക്കെ, ഇനി ഒരു കോൺവെക്സ് ലെൻസിന്റെ ഇമേജ് ഫോർമേഷൻ ആണ് നമ്മൾ പഠിക്കാം. ഇമേജ് ഫോർമേഷൻ പഠിച്ച കാര്യങ്ങൾ അറിഞ്ഞിരിക്കാം. കോൺവെക്സ് ലെൻസിന്റെ ഇമേജ് ഫോർമേഷനും നമ്മുടെ കോൺകേവ് ലെൻസിന്റെ കോൺകേവ് മിററിന്റെ ഇമേജ് ഫോർമേഷനുമാണ് രണ്ട് ഇതിലും വെച്ചിട്ട് 6 കേസസ് ഈ രണ്ടിനാണ് ഉള്ളത്. കോൺകേവ് മിററിനും കോൺവെക്സ് ലെൻസിനും. തിരിച്ചോ, കോൺവെക്സ് മിററിന് കണ്ടീഷൻസ് ഉള്ള ഇമേജ് ഫോർമേഷന്റെ കോൺകേവ് ലെൻസിന് 2 ഇമേജ് ഫോർമേഷൻ ആണ്. അപ്പോ ഇതാണ് സെയിം വെച്ച് കഴിഞ്ഞാൽ സെയിം പൊസിഷൻസ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഓരോ പൊസിഷൻസ് വെച്ച് നോക്കും. കറക്റ്റ് മിറർ ചെയ്ത പോലെ തന്നെ ഫസ്റ്റ് പൊസിഷൻ 2F. ഒരു കാര്യമുണ്ട്, നമ്മൾ ഈ ഫോക്കസ് എന്ന് പറഞ്ഞിട്ട് രണ്ട് ലെങ്ത് ഫോക്കസിന്റെ 2 ഡബിൾ ലെങ്ത് എന്ന് പറയുന്ന പോലെ 2F എന്ന് പറഞ്ഞിട്ടാണ് റിപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ അത് ജസ്റ്റ് കുറച്ച് ടേംസ് ഇതിൻ്റെ അടുത്ത് മാറുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം നിങ്ങൾ. ഇതിനകത്ത് നോക്കാം, നമ്മൾ ആദ്യം പൊസിഷൻ നോക്കിയാൽ ബിറ്റ്വീൻ O and F. O എന്ന് പറയുന്നത് ഒപ്റ്റിക്കൽ സെന്റർ ആണ്. ഒപ്റ്റിക്കൽ സെന്ററും എഫ് എന്ന് വെച്ചാൽ ഫോക്കസ് ആണ്. അപ്പൊ നമുക്ക് ഫോം ചെയ്യുന്നത് ഒരു വെർച്വൽ ആൻഡ് ഇറക്റ്റ് ആയിട്ടുള്ള ഇമേജ് ആയിരിക്കും. ഇതിന്റെ റീഫ്രാക്ഷൻ കഴിഞ്ഞിട്ട് പാസ് ചെയ്യുമ്പോൾ ഫോം ചെയ്യുന്നത് ഒരു വെർച്വൽ ആൻഡ് ഇറക്റ്റ് ആയിരിക്കും. ഇതെന്താണ്, ഒരു മാഗ്നിഫൈഡ് ഇമേജ് ആയിരിക്കും. ബിഹൈൻഡ് ദ ഒബ്ജക്റ്റ് ആയിരിക്കും ഈ ഇമേജിന്റെ ഫോർമേഷൻ. ബിറ്റ്വീൻ എഫ് ആൻഡ് 2F ആണ് അടുത്ത പൊസിഷൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എഫ് ആൻഡ് 2Fന്റെ നടുക്കെന്ന് പറയുമ്പോൾ എന്താണ്, ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്തിട്ടുള്ളത് എഫിനും 2Fന്റെ നടുക്കാണ്. അപ്പൊ അതിൽ കൂടെ ഒരു റേ സെന്റർ ഓഫ് കർവഞ്ചർ കൂടെ പാസ് ചെയ്യും, ഒരു റേ പാരലായിട്ട് പാസ് ചെയ്യും. അപ്പൊ ഇത് രണ്ട് പാസ് ചെയ്തിട്ട് പാരലായിട്ട് പാസ് ചെയ്യുന്ന റേ ഫോക്കസ് കൂടെ പോകും, സെന്റർ ഓഫ് കർവഞ്ചർ കൂടെ പാസ് ചെയ്യുന്ന റേ എന്ത് പറ്റും, അതിൽ കൂടെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കും. അത് രണ്ടും കൂടി കൂട്ടിമുട്ടുന്നത് A' B' എന്ന് പറയുന്നത് ബിയോണ്ട് 2Fനാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ലെൻസിന് ഇപ്പുറത്തും ഒരു F ഉണ്ട്, 2F ഉണ്ട്, റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും F ഉം 2F ഉണ്ട്. അപ്പോ അതുപോലെ തന്നെ നമുക്ക് പറയാം ബിയോണ്ട് 2F എന്ന് പറയാം. ഇതും ഒരു മാഗ്നിഫൈഡ് ഇമേജ് ആവും, റിയൽ ആവും, ഇൻവേർട്ടഡ് ആയിരിക്കും. അടുത്തായിട്ട് നമ്മൾക്ക് 6 കണ്ടീഷൻസ് ഉള്ളത്. അത് ഫുള്ള് ഇത് ജസ്റ്റ് 2 കണ്ടീഷൻസ് നമ്മളിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാം. പിന്നെ ഇത് നോക്കിയിട്ട് നമുക്ക് നോക്കാം ബാക്കിയുള്ള കണ്ടീഷൻസ് ഒക്കെ. കാരണം ഇത് നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ ഈ ബാക്കിയുള്ള ഫോർമേഷനുകളില്ലേ, ബാക്കിയുള്ള 4 ഫോർമേഷന്റെ ഡയഗ്രാം നിങ്ങൾ വരച്ചിട്ട് വരും. അപ്പൊ നിങ്ങൾക്ക് ഒരു എക്സ്പീരിയൻസ് ആവും ചെയ്തത്. സെയിം മിററിന്റെ ടൈപ്പ് ഓർത്ത് വെച്ചാൽ മതി. എന്നിട്ട് എന്ത് ടൈപ്പ് ഇമേജ് പറ്റുമെന്ന് ഒന്ന് ജസ്റ്റ് നോക്കാം. അപ്പോൾ ഇതാണ് എന്താ പറയാ ടേബിള്. അപ്പൊ ഈ ടേബിള് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇമേജ് വരയ്ക്കാനായിട്ട് എളുപ്പമായിരിക്കും. പൊസിഷൻ ഓഫ് ദ ഒബ്ജക്റ്റ് എവിടേക്കാണ്, ബിറ്റ്വീൻ എഫ് ലെൻസ് at F', between F' and 2', at 2F, beyond 2F, at infinity. Position of the object avidekku vara. Position of the image on the same side as object, at infinity, beyond 2F, at 2F, between F and 2F. At infinity അടുത്ത വിഷയം ഇമേജ് ഫോം ബൈ കോൺകേവ് ലെൻസ് ആണ്. കോൺകേവ് ലെൻസിന് പറഞ്ഞ പോലെ തന്നെ 2 ഫോർമേഷൻ ആണ് കോൺകേവ് ലെൻസ്. ബാക്ക്ഗ്രൗണ്ട് വോയിസ് ഡിസ്റ്റർബൻസ്. സോറി, ടെക്നിക്കൽ ഇഷ്യൂ ആണ്. Image formed by concave lens. Sorry for the disturbance. Image formed by a concave lens. Position of the object at infinity ആണ്. Position of the image ഉണ്ട്, position of the size of the image, nature of the image. Position of the object എത്രയാ, ഇൻഫിനിറ്റിയിലാണ് നമ്മുടെ ഒബ്ജക്റ്റിന്റെ പൊസിഷൻ വെച്ചിട്ടുള്ളത്. രണ്ട് കേസുള്ള നമ്മൾ കോൺവെക്സ് മിററിനകത്ത് പഠിച്ച പോലെയാണ് രണ്ട് കേസുള്ളത്. അതിനകത്ത് അറ്റ് ഇൻഫിനിറ്റി നമ്മുടെ ഒബ്ജക്റ്റ് വയ്ക്കും, എന്നിട്ട് അതിന് ഇമേജ് കിട്ടും. അത് ഒരു പൊസിഷൻ.
ബിറ്റ്വീൻ ഇൻഫിനിറ്റി ആൻഡ് ഒപ്റ്റിക്കൽ സെന്റർ ഓഫ് ദ ലെൻസ്. അത് എവിടെയാണ് ഇമേജ് കിട്ടുക? ബിറ്റ്വീൻ ഫോക്കസ് എഫ് ആൻഡ് ഒപ്റ്റിക്കൽ സെന്റർ. അപ്പോൾ ഇതിന്റെ അകത്തൂടെ നോക്കാം, ഒരു സെക്കൻഡ് കണ്ടീഷനിൽ ഒരു റേ ഒപ്റ്റിക്കൽ സെന്ററിൽ കൂടെ പാസ് ചെയ്യും, ഒരു റേ പാരലൽ പ്രിൻസിപ്പൽ ആക്സിന് പാരലൽ ആയിട്ട് പോയിട്ട് അത് നമ്മൾ റീട്രേസ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടും കൂടി പോയിന്റ് ചെയ്യും, എ ഡാഷ് ബി ഡാഷ്. അപ്പോ ഇവിടെ ഈ ഒബ്ജക്റ്റ് ഇരിക്കുന്നത് എ ഡാഷ് ബി ഡാഷിലാണ്. അത് എവിടെയാണ്? എഫ് പോയിന്റിൽ നടക്കാം. അപ്പൊ ഇത് ഇഷ്ടമാണ്. ഞാൻ മുമ്പത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഇമേജിന് അടുത്തേക്ക് വരുമ്പോൾ എന്താണ് പറ്റുക, പിന്നെ അതുപോലെ ഇമേജിന് ദൂരേക്ക് പോകുമ്പോൾ മിററിന്റെ കേസിൽ എന്ത് പറ്റും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇതിന്റെ ഈ കേസിൽ നോക്കി നമ്മൾ ബിറ്റ്വീൻ എഫ് ആൻഡ് ലെൻസ് കഴിയുമ്പോൾ ഹൈലി എൻലാർജ്ഡ് ആണ്. ഇത് ഫോക്കസിൽ ഹൈലി എൻലാർജ്ഡ് ആണ്. ബിറ്റ്വീൻ എഫ് ആൻഡ് 2F എൻലാർജ്ഡ് ആണ്. 2F സെയിം സൈസ് ഫിനിഷ്ഡ്. അപ്പോൾ സെയിം പോലെ അടുത്തിരിക്കുമ്പോൾ നമുക്ക് ലാർജ് ഇമേജ് കിട്ടും, ഹൈലി ലാർജ് ഇമേജ് കിട്ടും. പക്ഷെ ദൂരത്തേക്ക് പോയി വരുമ്പോൾ ജസ്റ്റ് ചെറിയൊരു ടോപ്പിക്കാണ് കവർ ചെയ്യുമ്പോൾ. അപ്പോൾ ആ ടോപ്പിക്കിൽ നമ്മൾ പഠിക്കുമ്പോഴേ ഇത് ഫുള്ള് നിങ്ങളൊന്ന് റിവൈസ് ചെയ്യണം അടുത്ത ക്ലാസ് വരുമ്പോൾ. കാരണം ഇത് ഭയങ്കര ഈ ഇത്രയും പഠിച്ചത് നമ്മൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമ്മൾ കുറച്ച് കാര്യങ്ങൾ പഠിക്കാൻ പോണത്, നമ്മൾ റീഫ്രാക്ഷൻ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നമ്മൾ റീഫ്രാക്ഷൻ എക്സ്പെരിമെന്റ് എല്ലാവർക്കും വിസിബിൾ ആവുന്ന ഞാൻ ആയിട്ടുള്ള രീതിയിൽ ഞാനൊന്ന് ഒരു വീഡിയോ കാണിച്ചു തരാം നിങ്ങൾക്ക്. എല്ലാവരും ഹോൾഡ് ചെയ്യണം. ടെക്നിക്കൽ ഇഷ്യൂസ് ഉണ്ട്, നെറ്റ് സ്ലോ ആണ് അവിടെ. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇതിൻ്റെ ഇടയിൽ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചോദിക്കാം. ഡൗട്ട് ഉണ്ടോ? ഡൗട്ടൊന്നുമില്ല. ഓക്കെ, ഇത് നെറ്റ് നല്ല സ്ലോ ആണ് എൻ്റെ ഇവിടെ. ഞാനിപ്പോ വേറൊരു എന്താ പറയാ ഒരു പൊസിഷനിലാണ്, ഇപ്പൊ നെറ്റ് സ്ലോ ആണ് ഇവിടെ. കുഴപ്പമില്ല, അടുത്ത ക്ലാസ്സിൽ നമുക്ക് അത് കവർ ചെയ്യാം. ആ ഒരു ടോപ്പിക്ക് നമുക്ക് കവർ ചെയ്യാന്നുള്ള ടോപ്പിക് ഇതാണ്. ആക്ച്വലി ഇത്രയുള്ള നിങ്ങളുടെ ആ ചാപ്റ്റർ എന്ന് പറയുന്നത്. എന്താ ഇനി ഒരു ചെറിയൊരു ടോപ്പിക് ജസ്റ്റ് എന്താ നമുക്ക് ലെൻസിന്റെ സൈൻ കൺവെൻഷൻ, ലെൻസ് ഫോർം, മാഗ്നിഫിക്കേഷൻ ഉണ്ട്. അത് കഴിഞ്ഞാൽ പവർ. അപ്പോൾ ജസ്റ്റ് നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് വെക്കാം. നമ്മൾ പറഞ്ഞു ലെൻസ് മിറർ ഫോർമുല നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. അതെന്തായിരുന്നു? 1/-1/v=1/f എന്നായിരുന്നു നമ്മുടെ മിറർ ഫോർമുല. അപ്പൊ മിറർ ഫോർമുല പോലെ തന്നെ ഇതിന്റെ അകത്തൊരു ലെൻസ് ഫോർമുല ഉണ്ട്. മിറർ ഫോർമുല എന്താ പറയാ ഈക്വൽ ആയിട്ട് ഒരു ലെൻസ് ഫോർമുല ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ലെൻസ് ഫോർമുല എന്തായിരുന്നു? 1/v ഫോർമുല ഉണ്ട്, സെയിം ഫോർമുലയാണ്, h'/h തന്നെയാണ്. അപ്പോൾ ഈ ഒരു ഫോർമുലയിൽ നമുക്ക് അടുത്തതായിട്ട് പ്രോബ്ലംസ് ചെയ്യാൻ, അടുത്ത ക്ലാസ്സിൽ നമുക്ക് 2 പ്രോബ്ലംസ് ജസ്റ്റ് എക്സസൈസിൽ ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് എങ്ങനെ പ്രോബ്ലംസ് ചെയ്യേണ്ടതെന്നുള്ള ഒരു ഐഡിയ കിട്ടും. അടുത്ത ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ പവർ ഓഫ് ലെൻസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. നമുക്കറിയാം നമ്മുടെ ഇപ്പൊ കണ്ണാടി ഒരു കുട്ടിക്ക് എന്തായാലും ഈ ഒരു പവർ ഓഫ് ലെൻസിന്റെ കൺസെപ്റ്റ് കിട്ടുന്നുണ്ട്. ഇപ്പൊ ഒരു കുട്ടി നമ്മൾ പറയും ഡോക്ടർ ആ കുട്ടിയുടെ പവർ കുറവാന്ന് പറയും, അവന് പവർ കുറവാണ്, അതുകൊണ്ടാണ് അവന് എന്താണ് സ്പെക്സ് വെക്കേണ്ട ഒരു ആവശ്യം വന്നിട്ടുള്ളത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കണം എന്ന് പറയും. അപ്പൊ നമ്മൾ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകുമ്പോൾ എന്താ ഡോക്ടർ ചെയ്യാം? ആദ്യം നമുക്ക് കണ്ണൊക്കെ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മളെ കൊണ്ടൊരു പൊസിഷനിൽ ഇരുത്തും. എന്നിട്ട് നമ്മുടെ നമുക്ക് ഒരു കണ്ണട വെച്ച് തരും. എന്നിട്ട് അതിന്റെ അകത്ത് ഇങ്ങനെ ലെൻസുകൾ ഓരോന്നോരോന്നായിട്ട് വെച്ച് തരും നമ്മുടെ കണ്ണ്. ഫസ്റ്റ് റൈറ്റ് ആയി ചെക്ക് ചെയ്യും, പിന്നെ ലെഫ്റ്റ് ആയി ചെക്ക് ചെയ്യും. അപ്പൊ കണ്ണ് ചെക്ക് ചെയ്യുമ്പോൾ ഓരോ ലെൻസുകളുടെ പറ്റുണ്ടോ, വായിക്കാൻ പറ്റുമോ നമുക്ക് ചെക്ക് ചെയ്യാം. ഇപ്പൊ അത് വെച്ച് കഴിഞ്ഞാൽ ദൂരെയുള്ള ഒരു സാധനം നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ, അടുത്തുള്ള സാധനം കാണാൻ പറ്റുന്നോ ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പൊ ദൂരെയുള്ള എന്താ പറയാ വിഷൻ ക്ലിയർ അല്ലാത്തപ്പോ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ലെൻസ്. നമ്മൾ കോൺവെക്സ് കൺവേർജിങ് ലെൻസ് നമ്മൾ ഉപയോഗിക്കും, കോൺകേവ് ലെൻസ് നമ്മൾ ഉപയോഗിക്കും, രണ്ടും ലെൻസും നമ്മൾ ഉപയോഗിക്കും. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ പറയും ഈ ലെൻസിന് പവർ ഉണ്ടാവും പറയും. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഒരു ആവറേജ് ഐ പൊസിഷൻ ആണെങ്കിൽ -1.5 എന്നൊക്കെ പറയും, അല്ലെങ്കിൽ -2 എന്ന് പറയും, +5 എന്നൊക്കെ പറയും. ഭയങ്കര ഹൈ പവർ ഉള്ളവർക്ക് ഓഫ് ദ ലെൻസ് ആണ്. ലെൻസിന്റെ ഫോക്കൽ ലെങ്ത്തിന് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മുടെ പവർ നമ്മുടെ കണ്ണിനുള്ളത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എനിക്ക് സ്പെക്സ് ഉണ്ട്, അപ്പൊ എനിക്ക് പവർ എന്ന് വെച്ചാൽ -2 ആണ്. അപ്പൊ എന്റെ കണ്ണിന്റെ പവർ എനിക്ക് ഇത്ര ഒരു പൊസിഷൻ വരെ നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും.
നമ്മൾ അതിന്റെ ഒരു ലെവലുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്റെ കണ്ണിന് ഈ സ്പെക്സിന്റെ ഹെൽപ്പ് വെച്ചിട്ട് ഈ ഒരു സ്പെക്സ് ഇപ്പോ ദൂരെയുള്ള സാധനങ്ങൾ കാണാൻ ഉപയോഗിക്കുന്ന ലെൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺകേവ് ആണ്. അതിന് നെഗറ്റീവ് പവർ ആണുള്ളത്. അതിന്റെ നെഗറ്റീവ് 2 ആയതുകൊണ്ട് എനിക്ക് ഇത്ര ഫോക്കൽ ലെങ്ത് വരെയുള്ള ഒരു ഇത്ര ഫോക്കൽ ലെങ്ത് കഴിഞ്ഞിട്ടുള്ള സാധനം എനിക്ക് കാണാൻ പറ്റില്ല. അത് ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ലെൻസ് ഉപയോഗിക്കുന്നത്. അപ്പൊ അതുപോലെ തന്നെ പല പല ലെൻസുകൾ നമ്മൾ ഉപയോഗിക്കും. ഇത് നമ്മൾക്ക് ഡൈവേർജിങ് ലെൻസ് ഉപയോഗിക്കും, കൺവേർജിങ് ലെൻസ് ഉണ്ട്, രണ്ട് ലെൻസുകളിൽ. അപ്പൊ ഇതിനകത്ത് നമ്മൾ എനിക്ക് ഈ ദൂരെയുള്ള മയോപ്പിക് ഐക്ക് കാണാൻ വേണ്ടി നമ്മൾ ഡൈവേർജിങ് ലെൻസുകളാണ് ഉപയോഗിക്കുന്നത്. പവറിന്റെ ഫോർമുല വെച്ചാൽ P=1/f എന്ന് പറയും. ഇതിന്റെ SI യൂണിറ്റ് ഡയോപ്റ്റർ ആണ്. ഒരു ഡയോപ്റ്റർ എന്ന് പറയുന്നത് 1 diopter is the power of a lens whose focal length is 1 meter. 1D is equal to 1 meter per second. Sorry, 1 diopter is equal to 1 meter. അപ്പോ ഇതാണ് ഒരു SI യൂണിറ്റ് ഓഫ് പവർ. അപ്പോൾ ഇതിന്റെ നമുക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കോമ്പിനേഷൻ ഓഫ് ലെൻസസ് നമ്മൾ ഉപയോഗിക്കും ചില കേസുകളിൽ. നമ്മളൊരു എന്താ പറയാ ഹൈപ്പർമെട്രോപിക് ഐ ഉള്ള ഒരു ആൾക്കാണെങ്കിൽ എന്ത് പറ്റും, ഹൈപ്പർമെട്രോപിക് ഐ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൂരമുള്ളതും കാണാൻ പറ്റില്ല, അടുത്തതും കാണാൻ പറ്റില്ല. വയസ്സായ ആൾക്കാർക്ക് എന്താ നമ്മൾ ഇങ്ങനത്തെ ഒരു കണ്ടീഷൻ കണ്ടുവരാം. രണ്ട് ലെൻസുള്ള ഒരു സ്പെക്സ് ഉപയോഗിക്കേണ്ടി വരും. അപ്പൊ അങ്ങനെയുള്ള കേസുകൾ വരുമ്പോൾ നമുക്ക് മൾട്ടിപ്പിൾ പവർ ചെക്ക് ചെയ്യേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്താ മൾട്ടിപ്പിൾ പവർ ചെക്ക് ചെയ്യേണ്ട യൂസ് വരുമ്പോൾ നമ്മൾ P1 plus P2. ഇപ്പൊ രണ്ട് ലെൻസ് ആണെങ്കിൽ P1 plus P2 അല്ല, മൾട്ടിപ്പിൾ ലെൻസുകൾ നമ്മൾ വീണ്ടും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ P1 plus P2 plus P3 plus എക്സെട്ര അങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതായത് നെറ്റ് പവർ എന്ന് പറയും. അത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുലയാണ്. അപ്പൊ ഓക്കെ, ഈ ക്ലാസ്സിൽ നമുക്ക് ഇത്രയും പഠിച്ചിട്ട് വൈൻഡ് അപ്പ് ചെയ്യാം. നമുക്ക് അടുത്ത ക്ലാസ് ചാപ്റ്റർ എന്തായാലും കഴിയും. എന്നിട്ട് നമുക്ക് എന്താ പറയുക ക്വസ്റ്റ്യൻസും ഒക്കെ അടുത്ത ക്ലാസ്സിൽ ജസ്റ്റ് ഫ്യൂ ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഡൗട്ടോ ക്ലാരിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിൽ വിസിറ്റ് ചെയ്തിട്ട് എൻ്റെ ക്ലാസ് റൂമിൽ കയറി അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഗൂഗിൾ ഫോം ഉണ്ടാവും, അതിൻ്റെ അത് രജിസ്റ്റർ ചെയ്ത് വിടാം. അപ്പോൾ എല്ലാവർക്കും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ചോദിക്കാം. ഓക്കെ, കുഴപ്പമില്ല. നിങ്ങൾ ആ റിക്വസ്റ്റിൽ അയച്ചാൽ മതി. അത് ഡൗട്ട്സ് ഒക്കെ വരുന്നത് നിങ്ങൾ ഗൂഗിൾ ഫോം വഴി അതിൽ അയച്ചാൽ മതി. അപ്പോൾ അടുത്ത ക്ലാസ് വരുമ്പോൾ ആ റിക്വസ്റ്റ് അനുസരിച്ച് ഞാൻ അത് ക്ലാരിഫൈ ചെയ്തിട്ട് നിങ്ങൾക്ക് കൊണ്ടുവരാം. ഓക്കെ ഓക്കെ, വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ എന്തായാലും ഇത്രയും നമ്മൾ ഇന്ന് പഠിച്ചു. അപ്പോൾ ഇത് പഠിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് ഒരു ഐഡിയ കിട്ടി. എന്താ ലൈറ്റിന്റെ കുറിച്ചും ലൈറ്റിന്റെ മാജിക്കിനെ കുറിച്ചും ഒക്കെ നമ്മൾ പഠിച്ചു. റിഫ്രാക്ഷൻ എന്താണ്. അടുത്ത ചാപ്റ്റർ നമ്മൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ടൊക്കെ പോകും. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ കാണുന്നവരെ ഇറ്റ്സ് എ ഗുഡ് ബൈ. എന്തായാലും താങ്ക് യു. അപ്പോൾ നിങ്ങളെല്ലാവരും ഫുഡ് സ്കൂളിങ്ങിന്റെ വിഷൻ മനസ്സിലാക്കുന്നു വിചാരിക്കുന്നു. ഷെയർ ചെയ്യുക, നമ്മളെ ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഓരോ ഷെയർ ആവും നമ്മുടെ കമ്മ്യൂണിറ്റീനെ വലുതാക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.